ഹലോ എവരി വൺ, എല്ലാവർക്കും ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 9 ആണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുക. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസും അതേപോലെ അതിൻ്റെ മുമ്പ് ഞാൻ വല്ല ന്യൂസും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ക്ലാസ്. എല്ലാ ദിവസത്തെയും ക്ലാസ് അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. സോ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. പിന്നെ എൻ്റെ ഈ കറണ്ട് അഫയേഴ്സ് ക്ലാസ് നിങ്ങൾ റെഗുലറായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് എന്തായാലും പഠിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റിക് GK കൂടി ഞാൻ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കതൊരു യൂസ്ഫുൾ ആയിരിക്കും. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റിക് GK ഞാൻ എൻ്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് ന്യൂസിന് റിലേറ്റായി വരുന്ന സ്റ്റാറ്റിക് GK ഒക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഫിലിപ്പൈൻസ് ജേർണലിസ്റ്റ് മറിയ റെസ ആൻഡ് റഷ്യൻ ജേർണലിസ്റ്റ് ദിമിത്രി മുറാറ്റോവ് വിൻ 2021 നോബൽ പീസ് പ്രൈസ്. അപ്പോൾ നോബൽ പ്രൈസിൻ്റെ പീസ് പ്രൈസ് ലഭിച്ചത് ഫിലിപ്പൈൻസ് ജേർണലിസ്റ്റായ മറിയ റെസയ്ക്കും അതേപോലെ റഷ്യൻ ജേർണലിസ്റ്റായ ദിമിത്രി മുറാറ്റോവിനുമാണ് കിട്ടിയിരിക്കുന്നത്. ജേർണലിസ്റ്റ് മറിയ റെസ ആൻഡ് ദിമിത്രി മുറാറ്റോവ് have been awarded the 2021 Nobel Peace Prize for their efforts to safeguard freedom of expression. അപ്പോൾ അത് എന്തിനാണ് ലഭിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ദെയർ എഫേർട്സ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവരുടെ എഫേർട്ടിന് വേണ്ടിയിട്ടാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് ഈ നോബൽ പീസ് പ്രൈസ്, which the Norwegian Nobel Committee called a precondition for democracy and lasting peace. അപ്പോൾ അത് നേടിയ നോബൽ പ്രൈസ് ഫോർ പീസ് നേടിയ രണ്ട് ജേർണലിസ്റ്റുകളുടെ പേരാണ് മറിയ റെസയും റഷ്യൻ ജേർണലിസ്റ്റായ ദിമിത്രി മുറാറ്റോവും. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ ജോയിൻസ് ഹൈ ആംബിഷൻ കോയിലേഷൻ ഫോർ നേച്ചർ ആൻഡ് പീപ്പിൾ. അപ്പോൾ ഇന്ത്യ ഹൈ ആംബിഷൻ കോയിലേഷൻ ജോയിൻ ചെയ്തിരിക്കുകയാണ്. നേച്ചറിനും പീപ്പിളിനും വേണ്ടിയിട്ടാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇന്ത്യ ഒഫീഷ്യലി ജോയിൻഡ് ഹൈ ആംബിഷൻ കോയിലേഷൻ ഫോർ നേച്ചർ ആൻഡ് പീപ്പിൾ. ഹൈ ആംബിഷൻ കോയിലേഷൻ ഫോർ നേച്ചർ ആൻഡ് പീപ്പിൾ, സോറി ഇതൊരു ഒറ്റ വാക്കാണ്. ഹൈ ആംബിഷൻ കോയിലേഷൻ ഫോർ നേച്ചർ ആൻഡ് പീപ്പിൾ ജോയിൻ ചെയ്തിരിക്കുകയാണ് ഇന്ത്യ. എ ഗ്രൂപ്പ് ഓഫ് മോർ ദാൻ 70 countries എൻകറേജിങ് ദ അഡോപ്ഷൻ ഓഫ് ദ ഗ്ലോബൽ ഗോൾ ടു പ്രൊട്ടക്ട് അറ്റ്ലീസ്റ്റ് 30% ഓഫ് വേൾഡ്സ് ലാൻഡ് ആൻഡ് ഓഷ്യൻ ബൈ 2030. 30 into 30. അപ്പോൾ 30% ഓഫ് ദ വേൾഡ്സ് ലാൻഡ് ആൻഡ് ഓഷ്യനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹൈ ആംബിഷൻ കോയിലേഷൻ ഫോർ നേച്ചർ ആൻഡ് പീപ്പിൾ എന്ന് പറയുന്നത്. So India is the first of BRICS, Brazil, Russia, India, China and South Africa bloc of major emerging economies to join HAC. അപ്പോൾ ബ്രിക്സ് നേഷൻസിൻ്റെ ഫസ്റ്റ് കൺട്രിയായി ഇന്ത്യ ഈ ഒരു ഹൈ ആംബിഷൻ കോയിലേഷൻ ജോയിൻ ചെയ്യുന്ന ഫസ്റ്റ് കൺട്രിയായി ഇന്ത്യ. ബ്രിക്സ് കൺട്രീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക. നെക്സ്റ്റ് ന്യൂസ്. Foreign firms allowed to buy 100% of Bharat Petroleum. Government modifies rules for ECFDI, Foreign Direct Investment. അപ്പോൾ ഫോറിൻ ഫേംസ് 100% ഓഫ് ഭാരത് പെട്രോളിയത്തിൻ്റെ 100% പർച്ചേസ് ചെയ്യാൻ അവർക്ക് അനുമതി ലഭിച്ചിരിക്കുകയാണ്. ഗവൺമെൻറ് മോഡിഫൈസ് റൂൾസ് ഫോർ ECFDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള റൂൾസ് മോഡിഫൈ ചെയ്തിരിക്കുകയാണ്. ഈസി ആക്കാൻ വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. The government has permitted 100% foreign investment under the automatic route in oil and gas PSUs which have received in principle approval for strategic disinvestment. അപ്പോൾ ഫോറിൻ ഫേംസിന് ഇപ്പോൾ 100% ഭാരത് പെട്രോളിയത്തിൻ്റെ 100% സ്റ്റേക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്നാണ് പുതിയ റൂൾ അനുസരിച്ച് പറയുന്നത്. നെക്സ്റ്റ് ന്യൂസ്. ഭാരത് പേ ഫോറേസ് ഇൻ ടു ബൈ നൗ പേ ലേറ്റർ സെഗ്മെൻറ്റ് വിത്ത് ലോഞ്ച് ഓഫ് പോസ്റ്റ് പേ. അപ്പോൾ ബൈ നൗ പേ ലേറ്റർ, ആ പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം ഇപ്പോൾ വാങ്ങൂ പിന്നീട് കൊടുക്കൂ എന്നാണ്. അതായത് ക്യാഷ് നമുക്ക് ക്രെഡിറ്റ് ആയിട്ട് ലഭിക്കും ഈ ഭാരത് പേയുടെ പുതിയ പോസ്റ്റ് പേ എന്ന് പറയുന്ന ഈ ലോഞ്ചോട് കൂടിയിട്ട്. അപ്പോൾ ഭാരത് പേ അനൗൺസസ് ഇറ്റ്സ് എൻട്രി ഇൻ ടു ദ ബൈ നൗ പേ ലേറ്റർ കാറ്റഗറി വിത്ത് ദ ലോഞ്ച് ഓഫ് പോസ്റ്റ് പേ. പോസ്റ്റ് പേ എന്ന് പറയുന്ന ലോഞ്ചോട് കൂടിയിട്ട് ബൈ നൗ പേ ലേറ്റർ അത് പോസ്റ്റ് പേയുടെ അണ്ടറിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് പോസ്റ്റ് പേ എന്ന് പറയുന്ന ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ബൈ നൗ പേ ലേറ്റർ ഫെസിലിറ്റി അവൈൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ customers can download the PostPay app from Play Store and avail interest-free credit
കണ്ടില്ലേ, ഇൻട്രസ്റ്റ് ഫ്രീ ക്രെഡിറ്റ് അപ് ടു 10 ലക്ഷം രൂപ വരെ ഇൻട്രസ്റ്റ് ഇല്ലാതെ ക്രെഡിറ്റ് ലഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഭാരത് പേ ആണിത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്, പോസ്റ്റ് പേ എന്ന് പറയുന്ന ആപ്പ്. Bharat Pay aims to facilitate a loan book of $300 million on postpay in the first 12 months for its lending partners. Consumers should be able to pay using credit everywhere, QRs, card machine or online. അപ്പോൾ ഇതൊക്കെ വഴി എവിടുന്ന് വേണമെങ്കിലും പേയ്മെൻറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ന്യൂസ്, അരവിന്ദ് ത്രിവേദി ഹു പ്ലേഡ് രാവൺ ഇൻ രാമായൺ പാസ് അവേ അറ്റ് 82. അപ്പോൾ രാവൺ 1986 സീരിയലായ രാമായണത്തിലെ രാവണൻ്റെ വേഷം കെട്ടിയ അരവിന്ദ് ത്രിവേദി 82 വയസ്സിൽ അന്തരിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ വെറ്ററൻ ആക്ടർ അരവിന്ദ് ത്രിവേദി, ബെസ്റ്റ് നോൺ ഫോർ പ്ലേയിങ് രാവൺ ഓൺ ദ മോസ്റ്റ് പോപ്പുലർ 1986 mythological show Ramayan, died following a heart attack. He was in his early 80s. Next news, India's first e-fish market app, Fishvale launched in Assam. ആസാമിൽ ഫിഷ്വാലെ എന്ന് പറയുന്ന ഒരു ആപ്പ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ദ ആസാം ലോഞ്ച്ഡ് ആപ്പ് ഫിഷ്വാലെ. ഇറ്റ്സ് ഫസ്റ്റ് e-fish market. India's first e-fish market app looks to provide a one-stop solution for aquaculture. The app is developed by AquaBlue Global Aquaculture Solutions Private Limited in collaboration with the State Fisheries Department and brings a one-stop solution for aquaculture. അപ്പോൾ അക്വാകൾച്ചറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫിഷ്വാലെ എന്ന് പറയുന്ന ആപ്പ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫിഷ് മാർക്കറ്റ് ആപ്പായ ഫിഷ്വാലെ ലോഞ്ച് ചെയ്തത് ആസാമാണ്. അപ്പോൾ ആസാം റിലേറ്റഡ് ന്യൂസ് ആയതുകൊണ്ട് ആസാമിൻ്റെ കുറച്ച് സ്റ്റാറ്റിക് GK നമുക്ക് നോക്കാം. ആസാമിൻ്റെ ക്യാപിറ്റൽ ദിസ്പൂർ ആണ്. ആസാമിൻ്റെ ചീഫ് മിനിസ്റ്റർ ഹിമാന്ത ബിശ്വ ശർമ്മയാണ്. ആസാം ഗവർണർ ജഗദീഷ് മുഖിയാണ്. പിന്നെ ദിബ്രു സൈക്കോവ നാഷണൽ പാർക്ക്, കാശിരംഗ നാഷണൽ പാർക്ക്, മാനസ് നാഷണൽ പാർക്ക്, നമേരി നാഷണൽ പാർക്ക്, ഇതെല്ലാം ആസാമിലത്തെ നാഷണൽ പാർക്കുകളുടെ പേരാണ്. പിന്നെ പോബിത്തോര വൈൽഡ് ലൈഫ് സാങ്ച്വറി, ബുരാചപ്പോരി വൈൽഡ് ലൈഫ് സാങ്ച്വറി, ചക്രശില വൈൽഡ് ലൈഫ് സാങ്ച്വറി, ലൗഖോവ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഗരംപാനി വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഇതെല്ലാം ആസാമിലത്തെ വൈൽഡ് ലൈഫ് സാങ്ച്വറികളുടെ പേരാണ്. പിന്നെ ലാർജസ്റ്റ് റിവർ ഐലൻഡായ മാജുലി, ബ്രഹ്മപുത്ര റിവറിലത്തെ മാജുലി ഐലൻഡ് ആസാമിൽ തന്നെയാണുള്ളത്. പിന്നെ കാമക്യ ടെമ്പിൾ ആസാമിലാണുള്ളത്. ശുക്രേശ്വര ടെമ്പിൾ, ഫേമസ് ശുക്രേശ്വര ടെമ്പിളും ആസാമിലാണുള്ളത്. പിന്നെ ലോകപ്രിയ ഗോപിനാഥ് ബോർഡോളോയ് ഇൻ്റർനാഷണൽ എയർപോർട്ടും ആസാമിലാണുള്ളത്. ഇന്ദിരാഗാന്ധി അത്ലറ്റിക് സ്റ്റേഡിയം ആസാമിലാണുള്ളത്. നെക്സ്റ്റ് ന്യൂസ്, വേൾഡ് ബാങ്ക് റീറ്റെയിൻസ് ഇന്ത്യാസ് GDP ഫോർകാസ്റ്റ് അറ്റ് 8.3% ഫോർ കറണ്ട് ഫിസ്ക്കൽ. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിന് ഇന്ത്യയുടെ GDP ഫോർകാസ്റ്റ് 8.3% ആയിട്ടാണ് വേൾഡ് ബാങ്ക് പറയുന്നത്, റീറ്റെയിൻ ചെയ്തിരിക്കുന്നത്. എ ന്യൂ റിപ്പോർട്ട് ടൈറ്റിൽഡ് ഷിഫ്റ്റിംഗ് ഗിയേഴ്സ്, ഡിജിറ്റൈസേഷൻ ആൻഡ് സർവീസസ് ലെഡ് ഡെവലപ്മെൻറ്റ് റിലീസ്ഡ് ബൈ വേൾഡ് ബാങ്ക്. ഇന്ത്യ ഈസ് എക്സ്പെക്റ്റഡ് ടു ഗ്രോ അറ്റ് 8.3% ഇൻ ദിസ് കറണ്ട് ഫിസ്ക്കൽ. It is helped by an increase in public investment and schemes like PLI to boost the manufacturing sector. World Bank estimates that India will grow by 7.5% in financial year 22-23 and 6.5% in 23-24. അപ്പോൾ ഫർദർ ഫോർകാസ്റ്റ് പറയുന്നത് 2022 നെക്സ്റ്റ് ഫിസ്ക്കലിൽ ഇന്ത്യയുടെ ഗ്രോത്ത് ഉണ്ടാവുക 7.5% ആയിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള ഇന്ത്യയുടെ ഗ്രോത്ത് 6.5% ആവുമെന്നാണ് വേൾഡ് ബാങ്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വേൾഡ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വാഷിംഗ്ടൺ DC യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് വേൾഡ് ബാങ്ക് ഹെഡ് ക്വാർട്ടേഴ്സ്. വേൾഡ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡേവിഡ് മൽപാസ് ആണ്. പിന്നെ പിന്നെ അതിൻ്റെ ഫൗണ്ടേഷൻ ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂലൈ 1944 വേൾഡ് ബാങ്ക് ഫൗണ്ട് ചെയ്തത്. നെക്സ്റ്റ് ന്യൂസ്, ക്യാബിനറ്റ് അപ്രൂവ്സ് ₹4,445 crore PM മിത്ര, അതായത് മെഗാ ഇൻ്റഗ്രേറ്റഡ് ടെക്സ്റ്റൈൽ റീജിയൻ. മിത്ര എന്ന് പറയുമ്പോൾ മെഗാ ഇൻ്റഗ്രേറ്റഡ് ടെക്സ്റ്റൈൽ റീജിയൻ ആൻഡ് അപ്പാരൽ യോജന, PM മിത്ര യോജന അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് 4,445 കോടി രൂപ അപ്രൂവ് ചെയ്തിരിക്കുകയാണ് ടു സെറ്റപ്പ് 7 മെഗാ ടെക്സ്റ്റൈൽ പാർക്സ്. അപ്പോൾ 7 മെഗാ ടെക്സ്റ്റൈൽ പാർക്സ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത്രയും രൂപ, അതായത് 4,445 കോടി രൂപ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിരിക്കുന്നത്. The Union Cabinet approved setting up of 7 mega integrated textile region and apparel parks with a total outlay of 4,445 crore rupees for 5 years to position India strongly on the global textiles map.
The parks will be set up at a greenfield or a brownfield sites located in different willing states: Tamil Nadu, Punjab, Odisha, Andhra Pradesh, Gujarat, Rajasthan, Assam, etc. Next news, Germany unveils logo for soccer's Euro 2024 tournament. അപ്പോൾ ജർമ്മനി 2024 സോക്കർ ടൂർണമെൻറ്റിനുള്ള ലോഗോ അൺവെയിൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ജർമ്മനി ഹാസ് അൺവെയിൽഡ് ദ ലോഗോ ഫോർ സോക്കേഴ്സ് 2024 യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ്. ദ ലോഗോ ഫീച്ചേഴ്സ് ആൻ ഔട്ട്ലേ ഓഫ് ദ ഹെൻറി ഡെലോനെ cup. The bulbous tournament trophy get on colored oval outline that resembles the Olympiastadion roof. അപ്പോൾ ജർമ്മനിയുടെ ക്യാപിറ്റൽ ബെർലിനാണ്. ജർമ്മനിയുടെ കറൻസി യൂറോ ആണ്. ജർമ്മനി ചാൻസലർ അഞ്ചല മെർക്കലാണ്. ജർമ്മനിയാണ് ഇപ്പോൾ സോക്കറിൻ്റെ 2024 സോക്കർ യൂറോ ടൂർണമെൻറ്റിൻ്റെ ലോഗോ അൺവെയിൽ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ന്യൂസ്, ഇന്ത്യാസ് ന്യൂവസ്റ്റ് ടൈഗർ റിസർവ് ഇൻ ഛത്തീസ്ഗഡ്. അപ്പോൾ ഒരു നാഷണൽ പാർക്കും ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ഈ ടൈഗർ റിസർവ് ഫോം ചെയ്തിരിക്കുന്നത്. അതായത് ഗുരു ഘാസിദാസ് നാഷണൽ പാർക്കും അതേപോലെ തമോർ പിംഗ്ല വൈൽഡ് ലൈഫ് സാങ്ച്വറിയും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ടൈഗർ റിസർവ് ഉണ്ടാക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് ന്യൂസ്, യുനെസ്കോ ലോഞ്ചസ് 2021 സ്റ്റേറ്റ് ഓഫ് ദ എഡ്യൂക്കേഷൻ റിപ്പോർട്ട് ഫോർ ഇന്ത്യ. നോ ടീച്ചർ നോ ക്ലാസ്. അപ്പോൾ യുനെസ്കോ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് 2021 സ്റ്റേറ്റ് ഓഫ് ദ എഡ്യൂക്കേഷൻ റിപ്പോർട്ട് ഓഫ് ഇന്ത്യ. എഡ്യൂക്കേഷൻ റിപ്പോർട്ട് ഫോർ ഇന്ത്യ, നോ ടീച്ചർ നോ ക്ലാസ്. യുനെസ്കോ ലോഞ്ചസ് 2021 സ്റ്റേറ്റ് ഓഫ് ദ എഡ്യൂക്കേഷൻ റിപ്പോർട്ട് ഫോർ ഇന്ത്യ, നോ ടീച്ചർ നോ ക്ലാസ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ദിസ് പബ്ലിക്കേഷൻ ഈസ് ദ ആനുവൽ ഫ്ലാഗ്ഷിപ്പ് റിപ്പോർട്ട് ഓഫ് യുനെസ്കോ New Delhi, and it is based on extensive research. The third edition of the State of Education report focused on the theme of teachers, teaching and teacher education, access to the internet in schools in 19% all over India. Hashtag higher proportion of women teachers. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് അനുസരിച്ച് നോ ടീച്ചർ നോ ക്ലാസ് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ ഹയസ്റ്റ് പ്രൊപ്പോർഷൻ ഓഫ് വുമൺ ടീച്ചേഴ്സ് ഉള്ളത് ചണ്ഡീഗഡ്, ഡൽഹി, കേരള, പഞ്ചാബ്, തമിഴ്നാടുവിലാണ്. അതേപോലെ ലോവർ പ്രൊപ്പോർഷൻ ഓഫ് വുമൺ ടീച്ചേഴ്സ് ഉള്ളത് ത്രിപുര, ആസാം, രാജസ്ഥാൻ, ജാർഖണ്ഡ്, ബീഹാറിലാണ്. അപ്പോൾ യുനെസ്കോ റിലേറ്റഡ് ന്യൂസ് ആയതുകൊണ്ട് യുനെസ്കോൻ്റെ കുറച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. യുനെസ്കോ ഫൗണ്ട് ചെയ്തത് 16 നവംബർ 1945. യുനെസ്കോൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പാരീസ്, ഫ്രാൻസിലാണ്. ഡയറക്ടർ ജനറൽ ഓഫ് യുനെസ്കോ ഓഡ്രെ അസൂലെയാണ്. നെക്സ്റ്റ് ന്യൂസ്, ഇന്ത്യ ആൻഡ് UK ജോയിൻറ്റ് കമ്പനി ലെവൽ മിലിറ്ററി എക്സസൈസ് അജയ വാരിയർ കമൻസസ്. അപ്പോൾ ഇന്ത്യ UK ജോയിൻറ്റ് കമ്പനി ലെവൽ മിലിറ്ററി എക്സസൈസ് ആയ അജയ വാരിയർ തുടങ്ങിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് 6th എഡിഷനാണ്. അജയ വാരിയറിൻ്റെ 6th എഡിഷനാണിത്. UK കമ്പനി ജോയിൻറ്റ് കമ്പനി ലെവൽ മിലിറ്ററി ട്രെയിനിങ് എക്സസൈസ് അജയ വാരിയർ ഹാസ് കമൻസ്ഡ് അറ്റ് ചൗബാഷ്യ ഉത്തരാഖണ്ഡിലെ ചൗബാഷ്യയിൽ വെച്ചിട്ടാണ് ഈ ഒരു മിലിറ്ററി എക്സസൈസ് അജയ വാരിയർ കമൻസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ന്യൂസ്, NTPC പാർട്ട്നേഴ്സ് വിത്ത് ഇലക്ട്രിസിറ്റി ഡേ ഫ്രാൻസ് സൗത്ത് ആഫ്രിക്ക ഫോർ കോഓപ്പറേഷൻ ഇൻ പവർ സെക്ടർ. അപ്പോൾ NTPC പാർട്ട്ണർ ചെയ്തിരിക്കുകയാണ് ഇലക്ട്രിസിറ്റി ഡേ ഫ്രാൻസ് എന്ന് പറയുന്ന ഇതായിട്ട് ഫോർ കോഓപ്പറേഷൻ ഇൻ പവർ സെക്ടറിലുള്ള കോഓപ്പറേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു കോഓപ്പറേഷൻ പാർട്ട്ണർഷിപ്പ് നടന്നിരിക്കുന്നത്. ഇൻ എ സിഗ്നിഫിക്കൻറ്റ് ഡെവലപ്മെൻറ്റ് ഫോർ ദ ഗ്ലോബൽ പവർ സെക്ടർ, ഇലക്ട്രിസിറ്റി ഡേ ഫ്രാൻസ് EDF, one of the world's leading power sector companies headquartered in Paris, and NTPC Limited, India's largest energy integrated company, signed a memorandum of understanding to explore potential power project development opportunities in Middle East, Asia, Europe and Africa. അപ്പോൾ ഈ രാജ്യങ്ങളിൽ മിഡിൽ ഈസ്റ്റ്, ഏഷ്യ, യൂറോപ്പ് ആൻഡ് ആഫ്രിക്കയിലുള്ള പവർ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാർട്ട്ണർഷിപ്പ് നടന്നിരിക്കുന്നത്. അപ്പോൾ NTPCയും ഇലക്ട്രിസിറ്റി ഡേ ഫ്രാൻസിസുമാണ് പവർ സെക്ടറിലുള്ള കോപ്പറേഷന് വേണ്ടിയിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ന്യൂസ്, WHO അപ്രൂവ്സ് വേൾഡ്സ് ഫസ്റ്റ് എവർ വാക്സിൻ അഗെയിൻസ്റ്റ് മലേറിയ. അപ്പോൾ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഫസ്റ്റ് എവർ വാക്സിൻ, ആദ്യത്തെ വാക്സിനാണ്, മലേറിയക്കെതിരെയുള്ള ആദ്യത്തെ വാക്സിൻ അപ്രൂവ് ചെയ്തിരിക്കുകയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ.
അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈസ് റെക്കമെൻഡിങ് വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് ദ RTS S/AS01 RTS-S malaria vaccine among children in the sub-Saharan Africa and in other regions with a moderate to high P. falciparum malaria transmission. അപ്പോൾ അതിൻ്റെ യൂസ് ഓഫ് ഈ വാക്സിനാണ് യൂസ് ചെയ്യുന്നത്. മലേറിയ വാക്സിൻ എമംഗ് ചിൽഡ്രൻ ഇൻ സബ്-സഹാറൻ ആഫ്രിക്ക ആൻഡ് ഇൻ അതർ റീജിയൻസ് വിത്ത് മോഡറേറ്റ് ടു ഹൈ P. falciparum malaria transmission. The recommendation is based on results from ongoing pilot program in Ghana, Kenya and Malawi that has reached more than 800,000. അതായത് 8 lakh children in 2019. അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കുറച്ച് സ്ട്രാറ്റജിക്ക് നോക്കാം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഫൗണ്ട് ചെയ്തത് 7th April 1948 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവ, സ്വിറ്റ്സർലാൻഡിലാണ്. അതിൻ്റെ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥനോം ഗബ്രിയേഷൂസ് ആണ്. നെക്സ്റ്റ് ഇന്ത്യൻ എയർഫോഴ്സ് 89th ഫൗണ്ടേഷൻ ഡേ October 8 ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഫൗണ്ടേഷൻ ഡേ. അപ്പോൾ ഇത് 89th ഫൗണ്ടേഷൻ ഡേ ആയിരുന്നു ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ October 8. അപ്പോൾ ദ ഇന്ത്യൻ എയർഫോഴ്സ് മാർക്സ് റേസിംഗ് ഡേ വിച്ച് ഈസ് ഒബ്സർവ്ഡ് ആനുവലി ഓൺ 8th October ആസ് ഇന്ത്യൻ എയർഫോഴ്സ് ഡേ. ഇന്ത്യൻ എയർഫോഴ്സ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ദിവസമാണ് 8th October. അത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഫൗണ്ടേഷൻ ഡേ ആണ് October 8. നെക്സ്റ്റ് ന്യൂസ്, അൻഷു മാലിക് സ്ക്രിപ്റ്റ്സ് ഹിസ്റ്ററി ബിക്കംസ് എ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ സിൽവർ അറ്റ് വേൾഡ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്സ്. അപ്പോൾ ഫസ്റ്റ് ആയിരിക്കുകയാണ് സിൽവർ മെഡൽ നേടുന്ന ഫസ്റ്റ് ഇന്ത്യൻ ആയിരിക്കുകയാണ് അൻഷു മാലിക് വേൾഡ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ നേടുന്ന ഫസ്റ്റ് ഇന്ത്യൻ റെസ്ലറായി അൻഷു മാലിക്. അപ്പോൾ അൻഷു മാലിക് ഏത് സ്പോർട്സ് ആയിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? അൻഷു മാലിക് റെസ്ലിംഗ് ആണ് അൻഷു മാലിക്കിൻ്റെ സ്പോർട്സ്. അപ്പോൾ അൻഷു മാലിക് ഒരു 2 time ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് മെഡലിസ്റ്റ് കൂടിയാണ് അൻഷു മാലിക്. നെക്സ്റ്റ് ന്യൂസ്, അബ്ദുൾ റസാഖ് ഗുർന വിൻസ് ദ 2021 നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. അപ്പോൾ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ 2021 ഈ വർഷത്തെ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ നേടിയിട്ടുള്ളത് അബ്ദുൾ റസാഖ് ഗുർന ആണ്. The Nobel Prize in Literature has been awarded to the novelist Abdul Razak Gurna for his upcoming and compassionate penetration of the effects of colonialism and the fate of the refugee in the Gulf between cultures and continent. അപ്പോൾ ഈ വർഷത്തെ 2021 നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ നേടിയത് ആരാണ്? അബ്ദുൾ റസാഖ് ഗുർണയാണ് ഈ വർഷത്തെ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ നേടിയിട്ടുള്ളത്. അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോറാണ് ഫസ്റ്റ് ഇന്ത്യൻ ടു ഗെറ്റ് നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. 1913 രവീന്ദ്രനാഥ് ടാഗോറിന് കിട്ടിയിട്ടുള്ളത്. ഈ വർഷത്തെ കിട്ടിയത് അബ്ദുൾ റസാഖ് ഗുർണയ്ക്കാണ്. സോ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഞാൻ മാക്സിമം സ്റ്റാറ്റിക് GK ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക് യു എവരി വൺ.